സങ്കീർണമായ സാംസ്കാരിക രാഷ്ട്രീയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരുന്ന വേദിയെ അമ്പരിപ്പിച്ച് 10 വയസ്സുകാരന്റെ പക്വതയാർന്ന വാക്കുകൾ. ടേണിംഗ് പോയിന്റ് USA മിസൗറി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച ചർച്ചാ പരിപാടിക്കിടെയാണ് ബില്ലിംഗ്സിൽ നിന്നുള്ള ബ്രൈസ് എന്ന ബാലൻ തന്റെ പൗരോഹിത്യമോഹം പങ്കുവച്ചത്. പ്രശസ്ത ചിന്തകരായ മൈക്കിൾ നോൾസും മാറ്റ് വാൾഷും നയിച്ച ചർച്ചയ്ക്കിടെ ചോദ്യം ചോദിക്കാനായി എത്തിയതായിരുന്നു ബ്രൈസ്. എനിക്ക് വലുതാകുമ്പോൾ ഒരു വൈദികനാകണം, എനിക്കായി എന്തുപദേശമാണ് നിങ്ങൾക്കുള്ളത് എന്നതായിരുന്നു ബ്രൈസിന്റെ ചോദ്യം. എന്തുകൊണ്ടാണ് പൗരോഹിത്യം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മാറ്റ് വാൾഷിന്റെ ചോദ്യത്തിന് ദൈവം എന്നെ വിളിക്കുന്നത് കൊണ്ടെന്ന് മാത്രമായിരുന്നു ബ്രൈസിന്റെ ഉടനടിയുള്ള മറുപടി. ഈ മറുപടി കേട്ട ഹാളിലുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ബ്രൈസിന്റെ മറുപടിയിൽ അമ്പരന്ന മൈക്കിൾ നോൾസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇത് വലിയൊരു കാര്യമാണ്. രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. എന്നാൽ 10 വയസ്സുകാരനായ ഒരു കുട്ടി ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രത്യാശയാണ് ലഭിക്കുന്നത്. നീയാണ് ഞങ്ങൾക്ക് ഉപദേശം നൽകേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാറ്റ് വാൾഷ് ബ്രൈസിന് നൽകിയ ഉപദേശം ലോകം മുഴുവനുമുള്ള ആളുകൾക്കൊരു പാഠമായിരുന്നു. മിക്ക ആളുകളും എനിക്കെന്ത് വേണമെന്നാണ് ചിന്തിക്കാറുള്ളത്, എന്നാൽ ദൈവം എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് നീ ഇപ്പോൾ ചോദിക്കുന്നു. പ്രകൃതിജാലങ്ങളെ സൃഷ്ടിച്ച ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് സൃഷ്ടിച്ചത്. ആ ലക്ഷ്യം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ ഉത്തരത്തിനായി കാതോർക്കുന്നത് തുടരുക. 2 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അന്നത്തെ രാത്രിയിലെ ഏറ്റവും വലിയ ജ്ഞാനം ലഭിച്ചത് ഒരു കുട്ടിയിൽ നിന്നാണെന്ന് മൈക്കിൾ നോൾസ് വിശേഷിപ്പിച്ചു. ദൈവം എന്നെ വിളിക്കുന്നുവെന്ന ബ്രൈസിന്റെ ലളിതമായ മറുപടി ഏതു പണ്ഡിതന്റെ വാക്കുകളെക്കാളും ആഴമുള്ളതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കൊച്ചുബാലന്റെ സാക്ഷ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പൗരോഹിത്യത്തിലേക്കുള്ള ബ്രൈസിന്റെ യാത്രയിൽ ദൈവാനുഗ്രഹം നേർന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് സഭയും ലോകവും.